വീട് വെക്കുന്നതിൽ ആർക്കിടെക്റ്റിൻ്റെ ഏഴാമത്തെ റെസ്പോൺസിബിലിറ്റി ക്ലയൻറ്റിൻ്റെ ഇൻറ്റീരിയർ റിക്വയർമെൻറ്റ് ആൻഡ് ബഡ്ജറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം തന്നെ ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ ഡിസൈനാണ് വരുന്നത്, ഏതൊക്കെ കളർ പാലറ്റ് കൊടുക്കണം, ആർട്ട്, ക്രാഫ്റ്റ്, അതേപോലെ ഫർണിച്ചറിൻ്റെ ഓർഗനൈസേഷൻ എല്ലാം വ്യക്തമായിട്ട് ഈ ഒരു മൂഡ് ബോർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലയൻറ്റിന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻറ്റീരിയറിൻ്റെ 3D വ്യൂസ് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലയൻറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ ഫർണിച്ചേഴ്സ് കൊടുക്കാൻ പറ്റും, ക്ലയൻറ്റ് എക്സിസ്റ്റിംഗ് ഫർണിച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെല്ലാം ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫൈനൽ ഇൻറ്റീരിയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് MEP ഡ്രോയിങ്, സാനിറ്ററി, അതേപോലെ ടൈലിംഗ്, പെയിൻറ്റിങ്, ഫ്ലോറിങ് ഇതെല്ലാം നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ സൈറ്റിൽ വരുന്ന ഹൈറ്റ് മാർക്കിംഗ്, സീലിങ്ങിൽ വരുന്ന ലൈറ്റിൻ്റെ കട്ടിങ്, അതെല്ലാം നമുക്ക് ഫൈനൽ ഇൻറ്റീരിയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഫൈനൽ ഇൻറ്റീരിയർ ഉണ്ടെങ്കിൽ മെറ്റീരിയൽ സെലക്ഷനും അതേപോലെ ഈ ക്വാണ്ടിറ്റി എല്ലാം എടുക്കാനും എല്ലാം കുറച്ചുകൂടി ഈസി ആയിരിക്കും. താങ്ക് യു.